നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിൽ ഫീലിങ്സിനെയും മറ്റ് പല ആക്ടിവിറ്റീസിനെയും നിയന്ത്രിക്കുന്ന 4 ഹോർമോൺസുകളാണ് എൻഡോർഫിൻ, ഡോപ്പമൈൻ, സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ. ഇവയെ ഹാപ്പി ഹോർമോണുകൾ എന്നാണ് വിളിക്കുന്നത്. അതിന് കാരണം നമ്മുടെ വിരസതയകറ്റി എനർജറ്റിക് ആവാൻ നമ്മെ ഇത് വളരെയധികം സഹായിക്കുന്നു. ഈ ഹോർമോണുകൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി തെറ്റായ രീതിയിൽ, അതായത് മയക്കുമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രവണത ഇന്ന് കൂടി വരികയാണ്. എന്നാൽ ഇതൊന്നുമില്ലാതെ തന്നെ ഈ ഹോർമോണുകൾ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഇത് എങ്ങനെ നമുക്ക് ലഭിക്കുമെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അതിനായി ഈ വീഡിയോ നിങ്ങൾ സശ്രദ്ധം വീക്ഷിക്കുക. മസ്തിഷ്കത്തിലെ നാച്ചുറൽ കഞ്ചാവ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ ഹോർമോൺ വേദനയുടെ സെൻസിറ്റീവ്നെസ് കുറയ്ക്കുവാനും നല്ല കംഫർട്ട് ഫീലിംഗ് ലഭിക്കുവാനും നമ്മെ സഹായിക്കുന്നു. ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുവാനായി പല മാർഗങ്ങളുണ്ട്. അവ എന്തൊക്കെയെന്ന് നോക്കാം. മയക്കുമരുന്നുകളുടെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും ഉപയോഗം ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിൻ്റെ ഉപയോഗം ഒരു സന്തോഷവും ആനന്ദവുമൊക്കെ പ്രദാനം ചെയ്യുമെങ്കിലും നിരന്തരമായ ഉപയോഗം തലച്ചോറുകളുടെ പ്രവർത്തനങ്ങളെ വളരെ പ്രതികൂലമായി ബാധിക്കുകയും മാരകമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. ഇത് ഉപയോഗിക്കുന്ന വ്യക്തിയെ ഉപയോഗത്തിൽ നിന്ന് തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ വളരെ വയലൻ്റായി പ്രതികരിച്ചേക്കും. അതിനാൽ ചില ശാസ്ത്രീയമായ രീതികൾ അവലംബിച്ചും സൈക്യാട്രിസ്റ്റുകളുടെയും സൈക്കോളജിസ്റ്റുകളുടെയും സഹായത്താൽ കൗൺസിലിംഗ് നടത്തി ഇവരെ നല്ല ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാവുന്നതാണ്. ഞാൻ പറഞ്ഞ ഹോർമോൺ കുറയാതെ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നാം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ഒരു ആത്മവിശ്വാസം അനുഭവപ്പെടുന്നുവെങ്കിൽ ഈ ഹോർമോൺ തലച്ചോറിൽ വർദ്ധിക്കുന്നതായി മനസ്സിലാക്കാം. നന്നായി ചിരിക്കുമ്പോഴും വിനോദങ്ങളിലും മറ്റ് സന്തോഷകരമായ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുമ്പോഴും ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എന്നാൽ കഠിനാധ്വാനം ചെയ്യുമ്പോൾ ഇത് സാധിക്കുകയില്ല. ചില സുഗന്ധങ്ങൾ, അതായത് ചന്ദന തൈലം പോലുള്ളവയുടെ ഗന്ധം ശ്വസിക്കുക, കുന്തിരിക്കം പോലുള്ളവയുടെ പുകയേൽക്കുക തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ ഉൽപ്പാദനം ത്വരിതപ്പെടുത്താൻ സഹായകരമാണ്. വാനില, ചോക്ലേറ്റ്, കൊക്കോ പൗഡർ, പിന്നെ സ്പൈസിയായ ചില ഭക്ഷണങ്ങൾ എന്നിവയും ഇതിൻ്റെ ഉൽപ്പാദനത്തിന് സഹായകരമാണ്. എന്തിനേറെ, നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്യുക, അതിന് ലഭിക്കുന്ന ലൈക്ക്, ഷെയർ തുടങ്ങിയവ പോലും എൻഡോർഫിൻ എന്ന ഈ ഹോർമോൺ ബോഡിയിൽ ഉണ്ടാവാൻ സഹായിക്കുന്നു. മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിലേക്ക് പോകാതെ ഇത്തരം കാര്യങ്ങളിലേക്ക് കുട്ടികളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ കഴിഞ്ഞാൽ എത്ര നന്നായിരിക്കും. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരുടെ ജീവിതം വളരെ നല്ല രീതിയിൽ കെട്ടിപ്പടുക്കുവാൻ ഓരോ രക്ഷിതാവും ശ്രദ്ധിക്കേണ്ടതാണ്. വിറയൽ, പാർക്കിൻസൺസ്, മടി, ഡിപ്രഷൻ ഇവയകറ്റാൻ ഏറ്റവും ആവശ്യം വേണ്ടുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമൈൻ. ഈ ഹോർമോണിൻ്റെ അഭാവം മുഖത്ത് ഒരു സന്തോഷമില്ലായ്മ അഥവാ വിഷാദം അനുഭവപ്പെടാം. നമ്മുടെ ശരീരത്തിൽ ഡോപ്പമൈൻ്റെ അളവ് രാവിലെ കൂടുതലായും രാത്രി കുറവായും കാണും. രാത്രി ഉറക്കമൊഴിയുന്നത് ഡോപ്പമൈൻ്റെ അളവ് കുറയാൻ കാരണമാകും. ഇതുമൂലം ഡിപ്രഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. ചില വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിയും ഡോപ്പമൈൻ്റെ അളവ് കുറയ്ക്കാൻ കാരണമാകും. ഡോപ്പമൈൻ്റെ അളവ് കുറയുമ്പോൾ നോൺ വെജ് ആഹാരത്തോട് അമിതമായ താല്പര്യം തോന്നുന്നു എന്നൊരു ലക്ഷണം കണ്ടുവരുന്നു. മെഡിറ്റേഷൻ അഥവാ ധ്യാനം ചെയ്യുമ്പോൾ ഡോപ്പമൈൻ 60 മുതൽ 70% വരെ വർദ്ധിക്കുന്നതായി പഠനങ്ങൾ പറയും. നമുക്ക് എന്തെങ്കിലും അഭിനന്ദനങ്ങൾ ലഭിക്കുകയോ നമ്മൾ മറ്റുള്ളവരെ അഭിനന്ദിക്കുകയോ ചെയ്യുമ്പോഴും ഇത് വർദ്ധിക്കുന്നതാണ്. നല്ല സംഗീതം ശ്രവിക്കുന്നത് ഡോപ്പമൈൻ്റെ ഉൽപ്പാദനത്തെ ത്വരിതപ്പെടുത്തുന്നു. അടുത്തത് സെറട്ടോണിൻ. ഈ ഹോർമോണിൻ്റെ കുറവ് ചിലരിൽ ക്രിമിനൽ ആക്ടിവിറ്റി ഉണ്ടാക്കുന്നതായി കാണുന്നു. ഏകാന്തതയോടുള്ള താല്പര്യം ഇതിൻ്റെ അഭാവം കാരണമുണ്ടാകുന്ന ലക്ഷണമായി കണക്കാക്കാം. പോഷകസമൃദ്ധമല്ലാത്ത, അതായത് ഗുണനിലവാരം കുറഞ്ഞ അൺഹെൽത്തി ഫുഡ് കഴിക്കുമ്പോൾ സെറട്ടോണിൻ്റെയും ഡോപ്പമിൻ്റെയും അളവ് കുറയുന്നു.
ഇത് നാഡീഞരമ്പുകളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. മയക്കുമരുന്നുകളുടെ ഉപയോഗം സെറട്ടോണിൻ്റെ ഉൽപ്പാദനത്തെ ബൂസ്റ്റ് ചെയ്യും എന്നത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്നാൽ സെറട്ടോണിൻ്റെ ഉൽപ്പാദനത്തിനുള്ള ചില നല്ല മാർഗങ്ങൾ നമുക്ക് നോക്കാം. നല്ല വെളിച്ചമുള്ള മുറികളിൽ കഴിയുന്നത് സെറട്ടോണിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. അച്ചാർ അല്ലാത്ത ഉപ്പിലിട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ, മോര്, പഴം, ചോറ് മുതലായവ കഴിക്കുന്നതും മ്യൂസിക് ആസ്വദിക്കുക, ഡാൻസ് കളിക്കുക, നല്ല പാട്ടുകൾ കേൾക്കുക, ഒരല്പം നൃത്തം ചെയ്യുക, ഇതിനൊക്കെ കഴിഞ്ഞാൽ സെറട്ടോണിൻ്റെ അളവ് ശരീരത്തിൽ കൂടുന്നതാണ്. മറ്റുള്ളവരോട് നന്ദി പറയുമ്പോഴും മറ്റുള്ളവർക്ക് എന്തെങ്കിലും സേവനം ചെയ്യുകയോ ദാനം ചെയ്യുകയോ ചെയ്യുമ്പോഴും സെറട്ടോണിൻ എന്ന ഈ ഹോർമോൺ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് ഓർക്കുക. സ്നേഹാധിഷ്ഠിതമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഓക്സിറ്റോസിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഇതിൻ്റെ അഭാവം അക്രമവാസന കൂട്ടുന്നതായി കണ്ടുവരുന്നു. ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ഓക്സിറ്റോസിൻ്റെ അളവ് കുറയുന്നതായി കാണുന്നു. സെക്സ്, മുലയൂട്ടൽ, ആലിംഗനം എന്നിവ ഓക്സിറ്റോസിൻ്റെ ഉൽപ്പാദനത്തെ ത്വരിതപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുകയും താലോലിക്കുകയും ചെയ്യുമ്പോഴും മറ്റുള്ളവരുമായി സൗഹൃദത്തിലേർപ്പെടുമ്പോഴും ഇത് വർദ്ധിക്കുന്നു. എന്തെങ്കിലും പാരിതോഷികങ്ങൾ അഥവാ ഗിഫ്റ്റുകളോ പുതുവസ്ത്രങ്ങളോ മുതലായവ ലഭിക്കുമ്പോഴും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഓക്സിറ്റോസിൻ വർദ്ധിക്കുന്നതായി കാണുന്നു. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായി കളിതമാശകൾ പറഞ്ഞിരിക്കുന്ന വേളയിൽ ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നതാണ്. ഇനി ഒരു പ്രധാന കാര്യം, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു കുഞ്ഞിൻ്റെ അച്ഛനോ അമ്മയോ ആണെങ്കിൽ ഇനി പറയുന്ന ചില സിമ്പിൾ ടെക്നിക്ക് ഉപയോഗിച്ച് നോക്കൂ. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ നിസ്സാരമെന്ന് തോന്നാം, പക്ഷേ വളരെ ഫലപ്രദമാണിത്. കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ സ്നേഹത്തോടെ അരികിൽ വിളിച്ച് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ നൽകുക. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അഭിനന്ദിക്കുക. ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ, ഒരു മിഠായിയോ ഒരു ഐസ്ക്രീമോ എന്തെങ്കിലും മതി, അവന് കൊടുക്കുക. പഠിക്കാനായി നല്ല വെളിച്ചമുള്ള മുറി ഒരുക്കി നൽകുക. നല്ല പാട്ടുകൾ കേൾപ്പിക്കുക. അവർക്കൊപ്പം നൃത്തം ചെയ്യുക. മൊബൈൽ ഫോൺ, TV തുടങ്ങിയവയിൽ നിന്ന് അവരുടെ ശ്രദ്ധ മാറ്റിവിടുക. പിന്നെ ലഹരി വസ്തുക്കൾ അവരുടെ സാന്നിധ്യത്തിലോ അല്ലാതെയോ ഉപയോഗിക്കാതിരിക്കുക തുടങ്ങി ചെറിയ ചെറിയ ശ്രദ്ധ അവർക്ക് നൽകിയാൽ നമ്മുടെ സമൂഹത്തെ ഇന്ന് കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന വലിയ വിപത്തിൽ നിന്നും നമ്മുടെ പൊന്നോമനകളെ നമുക്ക് സംരക്ഷിക്കുവാൻ കഴിയും. എല്ലാവർക്കും നന്മ വരട്ടെ. സ്കൂളുകൾക്കും മറ്റ് സംഘടനകൾക്കുമായി ഞങ്ങൾ ഒരുക്കുന്ന അവയർനെസ് പ്രോഗ്രാമുകളിൽ താൽപ്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് നന്ദിപൂർവ്വം ഷാജി.